നാമം മഹത്വപ്പെടട്ടെ. തുടർമാനമായിട്ട് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പരമപ്രധാനമായിട്ട് ഓർപ്പിക്കുന്നതായിട്ടുള്ള കാര്യം എങ്ങനെയാണ് നമുക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്? 13-ാം അധ്യായം തൊട്ട് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം കർത്താവ് എടുത്തു പറയുന്നതായിട്ട്, ഉദാഹരണത്തിന് സ്നേഹിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ കാര്യം, ലോകം നമ്മളെ വെറുക്കും എന്നുള്ള കാര്യം, ഈ കാര്യങ്ങളൊക്കെ പിന്നെയും കർത്താവ് പറയുന്നതായിട്ട്, റിപ്പീറ്റഡായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. ഇന്നലെ അബ്രഹാം പാസ്റ്റർ പറഞ്ഞല്ലോ, ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെയാണ് അത് കാണിക്കുന്നത്. കർത്താവ് ലോകം വിട്ടു പോകുമ്പോൾ കുറച്ച് സമയത്തേക്ക് അവരെ വേർപിരിഞ്ഞിരിക്കുമ്പോൾ വളരെ എംഫസൈസ് ചെയ്യാനായിട്ട്, വളരെ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്നലെ തന്നെ നമ്മൾ ചിന്തിച്ചു, ഈ ലോകം നിങ്ങളെ സ്നേഹിക്കത്തില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. ഇപ്പം വേറൊരു ഉപദേശി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ആ ഉപദേശി എന്തെങ്കിലും നിലയിലൊരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുകയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സഹ ഉപദേശിമാരുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, ഞാനാണെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു, ആ ഉപദേശിക്ക് ഇച്ചിരി പരിജ്ഞാനം കുറവാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവരെയൊക്കെ കൺവിൻസ് ചെയ്ത് അവരൊക്കെ പൂച്ചെണ്ടുകളുമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്നേനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള അപൂർവം ചില അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനായിരുന്നെങ്കിൽ പൂച്ചെണ്ടല്ല, ആ ഉപദേശിക്കുണ്ടായ ഉപദ്രവത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഉപദ്രവം എനിക്കുണ്ടായേനെ. കാരണം ആ ഉപദേശി എന്നെക്കാളും ശാന്തനും സൗമ്യനും വർത്തമാനം പറയുന്നതിലൊക്കെ കുറച്ച് അഗ്രസീവ്നെസ് കുറഞ്ഞൊക്കെ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും ഉണ്ടായില്ല. എന്നാൽ ഞാനാണെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പറയും. അപ്പം ഇങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് ഈ ഉപദേശിമാരുടെ ചില ബുദ്ധിക്കുറവ് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ ഈ സുവിശേഷത്തിനെതിരെ, ക്രിസ്തുവിൻ്റെ മാർഗത്തിനെതിരെ, ക്രിസ്തുവിനെതിരെ അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്തിന് ഒരു അവേർഷൻ ഉണ്ടെന്നും ഒരു വെറുപ്പ് ഈ കാര്യങ്ങളോട് ഉണ്ടെന്നും ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഈ സുവിശേഷമെന്നും ലോകത്തിൻ്റെ അഭിപ്രായത്തിനൊത്ത് ഒരിക്കലും ഈ കർത്താവിൻ്റെ മാർഗത്തിനും കർത്താവിൻ്റെ ഉപദേശത്തിനും അതിന് പാരലലായിട്ടോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇത് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാലും കൂട്ടിക്കെട്ടാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമാക്കി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം നമ്മളോട് പറയും. എനിക്ക് പലപ്പോഴും എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഈ 1-ാം വാക്യം, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് പത്രോസ്ലീഹ എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ അഗ്നിപരീക്ഷയ്ക്കായിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ ഒരു അപൂർവ കാര്യം, അല്ലെങ്കിൽ നടക്കരുതാത്ത കാര്യം, അസംഭവ്യമായ കാര്യം, അൺഎക്സ്പെക്റ്റഡായിട്ടൊരു കാര്യമായിട്ട് നിങ്ങൾക്കിത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാനിത് പറയാതിരുന്നത്. അതിൻ്റെ കാരണം കർത്താവ് ഇവിടെ പറയും, ഇത്രയും നാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എന്നാൽ അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന്. അപ്പം വളരെ വ്യക്തമാക്കി കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഇന്നലെ നമ്മൾ പല ഭാഗങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു ബെഡ് ഓഫ് റോസസ് അല്ല, ഒരു വളരെ സുഖസുന്ദരമായ ഒരു ശുശ്രൂഷ മണ്ഡലമൊന്നും അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ വിഷമിച്ച് നടന്നു, പിന്നെ നമ്മുടെ ഉപദേശിമാർ പറയുന്ന പോലെ പോയും വന്നും ഇരിക്കുന്ന ഒരു ഇതൊന്നും അല്ല ഉള്ളത്. വളരെ കഷ്ടകരമായിട്ടുള്ള സുവിശേഷത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു എങ്കിൽ എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും ഇത് അവൻ്റെ കഷ്ടതയിലൊരു പങ്കുണ്ട്. അത് നിശ്ചയമായിട്ടും നിങ്ങളത് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും എന്ന് വളരെ വ്യക്തമാക്കി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ ദാസൻ തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള വ്യക്തികളുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ വിശാലമായിട്ട് നമ്മളോട് പ്രസ്താവിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. കർത്താവ് പൗലോസ്ലീഹ, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ചിന്തിച്ച ഭാഗം, കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ശരീരമായ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ളതും അതേ ഭാഗം നമ്മൾ ഇവിടെ ചില മാസങ്ങൾ മുന്നേ ചിന്തിച്ചിട്ടുള്ളതാണ്.
കാരണം പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതായിട്ടുള്ള ഇതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ എന്ന് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുകയും ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടമനുഭവിക്കാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു, അത് നമുക്ക് വെച്ചിട്ടുള്ള ഒരു അടയാളമാകുന്നുവെന്ന് 2 തെസ്സലോനിക്ക ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നലെ ദൈവദാസൻ പ്രസ്താവിച്ചല്ലോ, ചില ആഴ്ചകൾ മാത്രം തെസ്സലോനിക്കയിൽ നിൽക്കുകയും വളരെ യങ്ങായിട്ടുള്ള ഒരു ചർച്ചിനെ അവരുടെ ആൾക്കാരുടെ എതിർപ്പ് നിമിത്തം വിട്ടേച്ചു പോവുകയും ചെയ്യുമ്പോൾ പൗലോസ് അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞിരുന്നു, നമുക്ക് എതിർപ്പുണ്ടാകും, നമുക്ക് കഷ്ടങ്ങളുണ്ടാകും എന്ന് മുൻകൂട്ടി അവരോട് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് അതിൻ്റെ 2-3 ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കാനായിട്ട് ഇടയായിട്ട് വരുന്നു. അപ്പോൾ ദൈവകൃപയുള്ള ദൈവദാസന്മാരും പണ്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെ തന്നെയാണ്, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാമല്ലോ, ഒരു തരം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ട്, കഷ്ടം ഉണ്ടാകരുത്, കഷ്ടമെന്ന് നിങ്ങൾ പറയരുത്, നിങ്ങൾക്ക് ഈ കഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കൊണ്ടാണ്. കഴിവിൻ്റെ പരമാവധി നമ്മുടെ നാവിൽ നിന്ന് ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നത് കേട്ടാൽ തോന്നും ഈ വിശ്വാസ ജീവിതം മുഴുവൻ ഇങ്ങനെ എനിക്കങ്ങനെ പറ്റുകയില്ല, എനിക്കങ്ങനെ സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോയി. എനിക്ക് തന്നെ ഒത്തിരി ആൾക്കാരെ ഫസ്റ്റ് ഹാൻഡായിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയും പഠിപ്പിക്കുന്ന ആൾക്കാരെയും നന്നായിട്ടറിയാം. ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും അങ്ങനെ ഏറ്റുപറഞ്ഞ് നടന്നിരുന്നവരും ഇന്ന് വിശ്വാസ ഗോളത്തിൽ പോലും ഇല്ല. കാരണം അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അങ്ങനെ സംഭവിച്ച സമയത്ത് തന്നെ ദൈവം ഞങ്ങളെ ചതിച്ചു, ദൈവം ഞങ്ങളോട് കള്ളം പറഞ്ഞു, ദൈവം ഞങ്ങളെ ചതിച്ചു എന്നും പറഞ്ഞ് പിന്നെയും അവർ ഉപേക്ഷിച്ച പഴയ കുപ്പിയും സിഗരറ്റും അതുപോലെ പഴയ പാപത്തിൻ്റെ മാർഗങ്ങളും തിരഞ്ഞെടുക്കുന്നത് നേരിട്ട് കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കാരണം അവർ ഒരു വ്യക്തിയെ ഞാൻ ഒത്തിരി കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ബ്രദറെ അങ്ങനല്ല, ദൈവം അല്ല, നോ 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 ഐ വോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. നോ, ലോർഡ് സ്പോക്ക് ടു മീ. Lord spoke to me regarding these things, and I know for sure that it was God who spoke and it did not happen in my life. അത് എൻ്റെ ജീവിതത്തിൽ നടന്നില്ല, അതുകൊണ്ട് ദൈവം എന്നോട് കള്ളം പറഞ്ഞു എന്നതിന് അഡമൻ്റായിട്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു. ഒരാളല്ല, പല ആൾക്കാർ. അപ്പം അവരുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അവരുടെയൊക്കെ മനസ്സിൽ ദൈവം പറഞ്ഞതായിട്ട് തോന്നുന്ന നിലയിൽ അവരുടെ സ്വയശബ്ദം അവർ കേൾക്കുന്നത്, അവരുടെ സ്വന്തം ശബ്ദവും അവരുടെ വിഷ്ഫുള്ളായിട്ടുള്ള തിങ്കിങ്ങിനും അവരുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെതായിട്ടുള്ള നിലയിലുള്ള ചില കാര്യങ്ങളും ഒക്കെ അവർ തന്നെ ഈ സ്വയത്തിൻ്റെ അവരുടെ സ്വന്തം സ്വയശബ്ദം കേട്ടിട്ട് നമുക്കറിയാം, സാത്താൻ താനും വിളിച്ചദൂതൻ്റെ വേഷം കെട്ടി. ഇന്ന് ഒത്തിരി പേര് കേട്ടോണ്ടിരിക്കുന്ന ശബ്ദം ഒന്നും ദൈവവചനത്തിന് അനുസാരമായിട്ട് ഉള്ള ശബ്ദമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദമല്ല. കാരണം ഈ ശബ്ദങ്ങൾ പലതും അവരുടെ തന്നെ സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ശബ്ദമായിട്ട് അവർക്ക് കേൾക്കുകയും അത് അങ്ങനെ രൂപപ്പെടുകയും ചെയ്യുകയാണ്. 1. 2, ചില ശബ്ദങ്ങൾ പൈശാചികമായ ശബ്ദങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്, ദൈവശബ്ദമല്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. കാരണം ഏത് വ്യക്തി ഇടറിപ്പോകും? ഞാനൊന്ന് ക്രിസ്തുവിലൊന്ന് വിശ്വസിച്ചാൽ മതി, അന്നേരം തൊട്ട് എനിക്ക് എല്ലാ നന്മയുടെ വഴികളും തുറക്കപ്പെട്ട് അവസാനം ഞാൻ നമുക്കറിയാമല്ലോ, നമ്മുടെ വേർപാടിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ മഞ്ഞ് പെയ്യുന്ന രാജ്യം, അതിനും പ്രവാചകന്മാർക്ക് ഭാഷയുണ്ട്. മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിലേക്ക് വിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മഞ്ഞ് എവിടേക്കാണ് പെയ്യുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. അതിപ്പോൾ വയനാട്ടിലോ ഇടുക്കിയിലോ പോയാലും മഞ്ഞ് അവിടെ പെയ്യും. അപ്പം മാത്രമല്ല, ഇനി ഉത്തരാഖണ്ഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് പല സ്ഥലങ്ങളിലാണോ എന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല, വല്ല ബംഗാളിലോ സിലിഗുരിയിലോ ഒക്കെ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് നമുക്കറിയാം. ഇങ്ങനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാം ഞാൻ ഇത്രയും നാൾ ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള നന്മകളൊന്നും ഉണ്ടാകാഞ്ഞത് എന്ന് വിചാരിക്കുകയും വളരെ വീറോടും വാശിയോടും കൂടെ വളരെ വളരെ എന്താ പറയുന്നത്, ധാർഷ്ട്യം എന്ന് അതിന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒരുതരം ധാർഷ്ട്യം തന്നെയാണ് അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, വന്നു കാൺമീൻ, എന്നെ ഇതാ സമൃദ്ധിയായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് ക്രൂശ് എടുത്ത് ദൈനംദിനം തങ്ങളുടെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്ത് അനുഗമിക്കുന്ന യഥാർത്ഥ ദൈവമക്കളെ കൊണ്ടുപോലും അവർക്ക് പോലും വിഷമം തോന്നത്തക്കവണ്ണം
ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യ സമയങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ എൻജിനീയറിങ്ങൊക്കെ പാസ്സായിട്ട് വളരെ വിഷമിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ്, അച്ഛാ ഞാൻ ഇതുപോലൊരു പ്രസംഗിക്കാൻ പോകാൻ ആഗ്രഹമുണ്ട്, ഇപ്പം അതുപോലെ ഇന്ന സ്ഥലത്തൊരു ദൈവവേലയ്ക്ക് എനിക്കൊരു ഓപ്പണിംഗ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പോട്ടെ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ട വ്യക്തികളല്ലായിരുന്നെന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് രക്ഷയിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളായിരുന്നു. അവരെ കൺവിൻസ് ചെയ്തെടുത്ത, അല്ലെങ്കിൽ അവരോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എത്ര പാടുപെട്ടെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ചില ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ സഭയിൽ ഒരു വ്യക്തി കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ മക്കൾ പലരും പല പഠിത്തമൊക്കെ പഠിച്ചതിന് ശേഷം ദൈവം അദ്ദേഹത്തെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ വഴികളുമൊക്കെ കേട്ട് സാക്ഷ്യം പറയുകയും അവിടെയുള്ള ദൈവമക്കളെല്ലാം കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന കണ്ട് വീട്ടിൽ തിരിച്ചു വീട്ടിൽ വന്നപ്പോഴാണ് അംഗം തുടങ്ങുന്നത്. എടാ നിനക്ക് മാത്രം ഇത് വയ്യ, അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം അത് ചെയ്യാം, നിനക്ക് മാത്രം ഇത് ചെയ്യാൻ വയ്യാതെ നിനക്ക് പ്രസംഗിക്കാൻ പോകണം, അതെന്തൊരു ഭക്തിയാടാന്ന് ചോദിച്ച് വളരെ വിഷമിക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് എൻ്റെ അപ്പനെ കൺവിൻസ് ചെയ്യാൻ അവസാനം വരെയും അദ്ദേഹം പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് ആയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നീ എന്ത് കാര്യമായി പറയുന്നേ? അവരൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചു നല്ല നിലയിലെത്തി, അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നില നീ കാണുന്നില്ലേ? അതല്ലേ നിനക്കും ചെയ്യാനായിട്ട് അഭികാമ്യമായിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പല നിലകളിൽ നമ്മുടെ ഭൗതിക നന്മകളാണ് നമ്മുടെ വിശ്വാസത്തിൽ നടന്നതിൻ്റെ മാനദണ്ഡമെന്നും അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫെന്നും നമ്മൾ പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകുമ്പോൾ സത്യത്തിൽ ദൈവവചനത്തിന് വിരോധമായിട്ടാണ് നമ്മൾ. ദൈവമാണിതൊക്കെ തരുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ ഓർക്കണം, നമുക്ക് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണിപ്പോകുന്ന ഒരു അനുഭവം കൂടെ ക്രിസ്തുവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്ന് വെച്ചിട്ട് വിളിയില്ലാത്തവരെല്ലാം ഇന്ന് രാവിലെ അത് എടുത്തു ചാടി അതിന് പോകണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ കാര്യം. അപ്പം ഇവിടെ കർത്താവ് വ്യക്തമാക്കി പറഞ്ഞേക്കുക, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ട്. ഈ അധ്യായത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണല്ലോ, കണ്ടാലും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ കാര്യം കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ, പെട്ടെന്ന് ഒരു സ്വപ്നം എന്നുള്ള പോലെ ഇതങ്ങോട്ട് വന്നു ഭവിക്കാതിരിക്കാൻ, പെട്ടെന്ന് ഒരു ആശ്ചര്യം എന്നുള്ള പോലെ നിങ്ങൾക്ക് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അയ്യോ ഇതൊക്കെ ഈ സിലബസിൽ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഇടവരരുത്. ഇത്രയും നാൾ ഞാൻ പറയാതിരുന്നത് നിങ്ങളെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഞാൻ കൂടെ ഉണ്ടല്ലോ, ഞാനും കൂടെ ഉള്ളപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കുകയും നേരിടുകയും ചെയ്യാമല്ലോ. ഞാൻ കൂടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭവങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുക, നമ്മുടെ മുന്നിൽ എവിടെ നമ്മൾ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, എവിടെ പോയാലും ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് കഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളിത് ഇടറിപ്പോകാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലെ വാക്യത്തിൻ്റെ അർത്ഥം ഞാനത് പൂരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഇതിനു മുന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിച്ച നമ്മുടെ ഇംഗ്ലീഷിനും ഒക്കെ വരുന്ന ചോദ്യോത്തരമായിരിക്കും ഓർമ്മ വരുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ബിലോ എന്ന് പറയുന്ന പോലെ ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചില അനുഭവങ്ങൾ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. തൻ്റെ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൽ ചില കാര്യങ്ങൾ നമ്മളും സഹിക്കണം. അത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളതോ എന്ന് പറയുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കഷ്ടങ്ങളല്ല, അവൻ്റെ സുവിശേഷം അറിയിക്കുന്നതിലും മറ്റനേകർ ക്രിസ്തുവിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള ബന്ധത്തിൽ ലജ്ജിക്കാതെ ഈ കഷ്ടമനുഭവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇത് കഷ്ടമനുഭവിക്കുന്ന അതിനായിട്ടുള്ള വിളി നമുക്കുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുക. നോക്കിയാട്ടെ, വളരെ വ്യക്തമായിട്ട് ഞാനിത് വ്യക്തമായി നിങ്ങളോട് ഇത് ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഇത് സംസാരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് സംഭവിക്കുമ്പോൾ നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. ഇത് മറ്റ് സുവിശേഷങ്ങളിലും നമ്മൾ ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അന്ത്യകാലത്ത് ഉണ്ടാകാൻ പോകുന്ന എതിർപ്പുകളെക്കുറിച്ചും കഷ്ടങ്ങളെക്കുറിച്ചും ക്രിസ്തുവിലെ ശിഷ്യനായിരിക്കുന്നത് കൊണ്ട് ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവർക്ക് നേരിടേണ്ടിവന്ന വളരെ വളരെ ഏത് വ്യക്തിയെയും നമുക്കത് വായിക്കാൻ പോലും പറ്റുകയില്ല. നമുക്കറിയാം, ഫോക്സസ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്നും പറഞ്ഞ് ഒരു പുസ്തകമുണ്ട്. നിങ്ങളൊക്കെ കാണും, കണ്ടില്ലെങ്കിൽ അത് വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 1-ാം നൂറ്റാണ്ടിലും അതുപോലെ ഇംഗ്ലണ്ടിലെ റിലീജിയസ് റെനേസൻസിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള പല
രക്തസാക്ഷികളുടെ അനുഭവം അത് ബിജോ ബ്രദറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്ത് വായിക്കാനായിട്ട് എനിക്കും ഇടയായിട്ട് തീർന്നു. അപ്പം അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര വ്യക്തമായിട്ടാണ് തൻ്റെ ഭക്തന്മാർ ഈ ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ടതെന്ന്. എങ്ങനെയാണ് ഈ അപ്പോസ്തലന്മാർക്കൊക്കെ ഇത്ര കൂളായിട്ട് ഒരിക്കൽ മരണത്തെ ഭയപ്പെട്ട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാമെന്ന് പറഞ്ഞ് ഐറോണിക്കലായിട്ട് പറഞ്ഞ തോമസ്, ഇതുപോലൊക്കെയുള്ള ആൾക്കാർ എങ്ങനെ അവർക്ക് വില്ലിങ് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് കഴിഞ്ഞു? കർത്താവ് അവരെ ബോൾഡാക്കി, കർത്താവ് അവർക്ക് ധൈര്യം നൽകി എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഈ നിത്യത എന്ന് പറയുന്ന ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമായിട്ട് അവർക്ക് അനുഭവിക്കാനും, പൗലോസ്ലിയ പറഞ്ഞതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജഡത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നിമിത്തം ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുക, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാത്തതെന്നുള്ളത് പോലെ ആയിരുന്നു അവരുടെ സംഗതി. കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. അപ്പം നമുക്ക് പലപ്പോഴും ഇന്നും പ്രസംഗിക്കുന്ന സമയത്ത് പോലും ഈ നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും ഹൃദയത്തിൽ ഉറപ്പില്ലാത്ത ഒരു അനുഭവത്തിലാണ് പലപ്പോഴും ഇത് പറഞ്ഞു പോകുന്നത്. എന്നാൽ 100% അതിനെക്കുറിച്ച് ഉറപ്പും ഈ കണ്ണൊന്ന് ചിമ്മിയാൽ, ഈ കണ്ണൊന്ന് മങ്ങിയാൽ ഉടനെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹസ്വരൂപനായ അവൻ്റെ സാന്നിധ്യത്തിലേക്കും അവൻ്റെ അടുത്തേക്കുമാണ് ഞാൻ കടന്നു പോകുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം കൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് വളരെ ധൈര്യത്തോടുകൂടെ ഈ മരണത്തെയും പ്രയാസങ്ങളെയും നേരിടാനായിട്ട് കഴിഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്കുപരിയായിട്ട് ഈ സ്വർഗീയമായ റിയാലിറ്റികളെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് കർത്താവ് നമ്മളെ തീർക്കട്ടെ, അതിനെക്കുറിച്ച് വീണ്ടും 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 ഉറപ്പുള്ളവരായിട്ട് കർത്താവ് നമ്മളെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, പിശാചിന് ഏറ്റവും പരമാവധി നമ്മളെ പേടിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവൻ പോകും എന്ന് നമ്മളെ ഭയപ്പെടുത്താനാണ് കഴിയുന്നത്. എന്നാൽ ആ മരണഭയം നീങ്ങിയവരായിട്ട്, അല്ലെങ്കിൽ മരണത്തിനെതിരായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കിക്കളഞ്ഞ് അവനെ തോൽപ്പിച്ചിട്ട് മരണഭീതിയുടെ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമായിട്ടും ആ സ്വർഗത്തെക്കുറിച്ചും ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന അപ്പോസ്തലന്മാർക്ക് അതൊരു ഭാരമുള്ള കാര്യമായിരുന്നില്ല. കർത്താവ് എത്ര കൂളായിട്ട്, അല്ലെങ്കിൽ എങ്ങനെ മരണത്തെ നേരിട്ടോ, അത് അങ്ങനെ മരിക്കണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ളത് ഫിലിപ്പിയർക്ക് എഴുതിയ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അവിടെ പൗലോസ് തൻ്റെ ആഗ്രഹം, ക്രിസ്തു മരിച്ചതുപോലെ മരിക്കാനുള്ള തൻ്റെ ആഗ്രഹം താൻ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പോസിറ്റീവായിട്ട് ഒരു കാലത്ത് നെഗറ്റീവായിട്ടും ഒരു കാലത്ത് നമ്മളെ ഭയപ്പെടുത്തിയിരുന്ന അനുഭവങ്ങളായിരുന്ന മരണവും ഇതുപോലുള്ള എതിർപ്പുകളും ദുഃഖങ്ങളുമൊക്കെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണാനും അതിനെ ഒരു അവസരമായിട്ട് കാണാനും തക്കവണ്ണം ദൈവം അവരെ ബലപ്പെടുത്തി സഹായിച്ചു. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെയും അതിനുവേണ്ടി സഹായിക്കട്ടെ. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, അത് 4-ാം വാക്യം, അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നമുക്കറിയാം, നിങ്ങളുടെ സിനഗോഗുകളിലൊക്കെ പള്ളി പ്രശ്നരാക്കും, നിങ്ങളെ സിനഗോഗുകളിൽ കൊണ്ടുപോകും, അവിടെ വെച്ച് നിങ്ങളെ ചോദ്യം ചെയ്യും, പല നിലയിലുള്ള കഷ്ടങ്ങളും അതിലൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, രാവിലെ ഇപ്പം പ്രസംഗിക്കണമെങ്കിൽ ചില സമയം ഇരുന്ന് ഇതിൻ്റെ പുറകിൽ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാതെ വെറുതെ പ്രസംഗിക്കാൻ പറ്റുകയില്ല. അന്നേരം നിങ്ങൾ പ്രസംഗക്കുറിപ്പിനെ പറ്റി മാത്രം നിങ്ങൾ ഭാരപ്പെടണ്ട. അയ്യോ, എൻ്റെ ബൈബിൾ എടുത്തില്ലല്ലോ, പ്രസംഗക്കുറിപ്പ് മറന്നുപോയി, ഇനി എന്തുവാ പ്രസംഗിക്കുന്നത്? അന്നേരം നിങ്ങളൊന്നും ഭാരപ്പെടണ്ട. അന്നേരം റെഡിയായിട്ടുള്ള പ്രസംഗക്കുറിപ്പ് പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളുടെ വായി തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഒരു ഉപദേശിക്കറിയാം, ഉപദേശിയുടെ ഈ പ്രസംഗം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള പ്രിപ്പറേഷൻസും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമൊക്കെ പലപ്പോഴും വളരെ പ്രത്യേകതയുള്ളതും വളരെ ടൈം കൺസ്യൂമിങ്ങും വളരെ ശ്രദ്ധ വേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് പ്രസംഗിക്കണമെന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്ത് സാക്ഷ്യം പറയണമെന്ന് മാത്രം നിങ്ങൾ ഭാരപ്പെടരുത്. അപ്പോൾ തക്കതായിട്ടുള്ള ആ വാക്കുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വായിൽ തരും എന്നുള്ളത് നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാരെ അവർ കണ്ടപ്പോൾ ഇവർ പഠിപ്പില്ലാത്തവരും സാധാരണ മനുഷ്യരുമെന്ന് അറിഞ്ഞിട്ടും അവരുടെ വായിൽ നിന്ന് വരുന്ന ജ്ഞാനവും ആത്മാവിൻ്റെ ശക്തിയും കണ്ട് അവർ സംസാരിച്ചുകൊണ്ട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. സ്തേഫാനോസിന്റെ പ്രസംഗം, അവനിലുള്ള ശക്തിയോടും ആ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ആ നിലയിലൊരു ശക്തിയും ആ നിലയിലൊരു വിസ്ഡവും
ആ നിലയിലുള്ള വാക്കുകളും അവനിൽ നിന്ന് പുറപ്പെട്ടു വന്നത് എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന ആ ബലപ്പെടുത്തലിനായിട്ടും ഈ ലോകജീവിതം മാത്രം ശ്രേഷ്ഠമെന്ന് കാണുമ്പോൾ ഇതൊക്കെ നഷ്ടമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് നമ്മൾ പ്രാപിക്കുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടും ലാഭമായിട്ടും സന്തോഷമായിട്ടും എണ്ണാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഭാഗം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ തന്നെ തുടർന്ന് നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം. ദൈവദാസൻ ഓൾറെഡി അത് സൂചിപ്പിച്ചു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും വഴി നടത്തും. അതിൻ്റെ 8-ാം വാക്യമാണ്, 7-ാം വാക്യം 8-ാം വാക്യം ആണ് വളരെ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 14-ാം അധ്യായത്തിൽ, 15-ാം അധ്യായത്തിൽ, 16-ാം അധ്യായത്തിൽ തുടർമാനമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി ഓർപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കിവിടെ നമ്മൾ കാണുന്നത്, ഞാൻ പോകാഞ്ഞാൽ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് പറയുക. അതിനെപ്പറ്റി ദൈവദാസൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ എന്നിട്ട് പറയുകയാണ്, എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, ഒത്തിരി ആൾക്കാർ ഈ പാപബോധമൊന്നും അല്ല വേണ്ടത്, മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറയേണ്ടത് എന്ന് മാത്രമല്ല, മനുഷ്യനെ പാപിന്ന് വിളിക്കുന്നവനാ പാപിന്ന്. പണ്ട് എൻ്റെ അച്ഛൻ ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്നോട് എതിർക്കാൻ വേണ്ടി പറയുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള ഫിലോസഫീസാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നമ്മളൊന്നും പറയേണ്ട, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവരുടെ ഹൃദയത്തിലുണ്ടെന്ന് അങ്ങ് പറഞ്ഞേച്ചാൽ മാത്രം മതി എന്ന് വാദിച്ച് നടക്കുകയും ഏകപക്ഷീയമായിട്ട് ദൈവവചനത്തെ ആ നിലയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് വളരെ അധികമായിട്ട് കാണാനായിട്ട് കഴിയും. കാരണം അവരെയൊക്കെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ഇത്രയും വലിയൊരു ജനതയെ ദൈവം ന്യായം വിധിക്കുമോ? ദൈവത്തിൻ്റെ വചനത്തിലെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പം, റോമർക്ക് എഴുതുന്ന ലേഖനത്തിലും ഒക്കെ പറഞ്ഞേക്കുന്ന ആ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പം ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നും അതിൻ്റെ കാരണം എന്താണ് എന്നും അങ്ങനെ സകലവായും അടഞ്ഞ് ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്രേ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതുമൊക്കെ വായിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, പല ആൾക്കാർക്ക് നമുക്കറിയാം, ആഫ്രിക്കയുടെ നടുക്കുള്ള കാടിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഭയങ്കര ഭാരം. ആഫ്രിക്കയുടെ നടുക്ക് ആരും പോകാത്ത കാടിൻ്റെ ഉള്ളിൽ നടുക്കുള്ളവർക്ക് എന്ത് പറ്റും? അതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, എല്ലാവരെയും നശിപ്പിച്ചതിന് ശേഷം കുറച്ച് ആൾക്കാർ മാത്രം, അതിന് വേണമെങ്കിൽ ഒരു മേമ്പടിയായിട്ട് അവർ പറയും, കുറച്ച് പെന്തോകൾ മാത്രം, കുറച്ച് പെന്തിക്കോസുകാർ മാത്രം സ്വർഗത്തിൽ പോകുന്നെങ്കിൽ അതെന്തൊരു അനീതിയാ. അങ്ങനെ ദൈവം ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടേക്കുന്ന കാര്യങ്ങളെ കോട്ടിമാട്ടി കളഞ്ഞിട്ട്, നമുക്കറിയാം യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ആ കൾട്ടുകൾ പറയുന്ന പല ദൈവവചന ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് റോമർക്ക് എഴുതുന്ന ലേഖനം 5-ാം അധ്യായം 12 മുതൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ഭാഗം. അപ്പോൾ അവർ ഒരു കാര്യം അവിടെ വിസ്മരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. 5-ാം അധ്യായം 12-ാം വാക്യം വരെ വായിക്കുന്ന വാക്യങ്ങളെ എല്ലാം അതിൻ്റെ പശ്ചാത്തലവും കളഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ആദാം മുഖാന്തരം എല്ലാവരും പാപികളായി തീർന്നത് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാവരുടെ പാപത്തിനുള്ള ശിക്ഷയും അവിടെ വഹിക്കപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരിൽ നിന്നും ഈ പാപസ്വഭാവമൊക്കെ മാറിക്കഴിഞ്ഞു. അതാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ അതിന് 5-ാം അധ്യായം വരെ 12-ാം വാക്യം വരെ വായിക്കുകയും, പ്രത്യേകിച്ച് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നതെന്നും അബ്രഹാമിൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തിന് ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതെന്നും, അബ്രഹാം വിശ്വസിച്ചതുപോലെ തന്നെ പാപിയായ ഒരു മനുഷ്യൻ താൻ പാപിയാണെങ്കിലും തൻ്റെ പാപത്തിന് വേണ്ടി കർത്താവ് കാൽവരിയിൽ മരിച്ചെന്നും അവൻ്റെ പാപങ്ങൾ അങ്ങനെ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുമെന്നും ക്ഷമിക്കപ്പെടുമെന്നും അങ്ങനെ ക്രിസ്തു മുഖാന്തരം അവൻ നീതീകരിക്കപ്പെടുമെന്നും അവൻ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണോ? അല്ല, അബ്രഹാമിന് അഗ്രചർമ്മത്തിലുണ്ടായിരുന്ന വിശ്വാസത്തെ പിന്തുടരുന്നവരായ ജാതികൾക്കും കൂടെ. അപ്പോൾ ജാതികളായിട്ടുള്ള വ്യക്തികളും അബ്രഹാമിന് അവർ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസത്തെ പിന്തുടരുന്നവർ ആയിട്ടുള്ള ജാതികൾക്കും കൂടെ കണക്കിടുവാനുള്ളതാകയാൽ തന്നെ എന്ന് വിശ്വാസത്തിൻ്റെ മാഹാത്മ്യവും
വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും കർമ്മമാർഗത്താലല്ല വിശ്വാസത്താലാണ് എന്ന് വ്യക്തമായിട്ട് പറയുകയും 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനിൽ വിശ്വസിക്കുന്നവർക്ക് പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നും നാം വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മാർഗത്തെ ദുർബലമാക്കുന്നുവോ? ഇല്ല, ഒരിക്കലുമില്ല, ഉറപ്പിക്കത്ര ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ താഴത്തോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പം വിശ്വസിക്കുക എന്ന് പറയുന്നത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. 5-ാം അധ്യായം 12-ാം വാക്യം താഴത്തോട്ട് വായിക്കുമ്പം നമ്മൾ കാണും, അങ്ങനെ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. എങ്ങനെയാണ് ഈ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നത്? അത് ഈ 3-ാം അധ്യായം തൊട്ട് നമ്മൾ വായിക്കുന്ന ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരനുഭവം കൊണ്ടാണ്. ഒരു മനുഷ്യനും അവനിൽ തന്നെ പൂർണ്ണതയുള്ളവനല്ലെന്നും ഒരു മനുഷ്യനും ജനിക്കുമ്പോൾ അവനിൽ ക്രിസ്തു ഇല്ലെന്നും അല്ലെങ്കിൽ ക്രിസ്തു കാൽവരിയിൽ മരിച്ചതുകൊണ്ട് മാത്രം ക്രിസ്തു ഒരു വ്യക്തിയിലേക്ക് വരുന്നില്ല എന്നുള്ളതും, ബേസിക്കലി ഒരു മനുഷ്യൻ പാപിയാണെന്നുള്ളത് ദൈവത്തിന് വന്നത് ഒരു ഭാഗത്തല്ല പല ഭാഗങ്ങളിൽ അത് വെളിപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യനിൽ പാപമാണിരിക്കുന്നത്. ദാവീദ് കരയുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചകൾ നിമിത്തം കരയുമ്പോൾ പറയുക, അമ്മയുടെ ഉദരത്തിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി, എൻ്റെ അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അപ്പോൾ ആ സമയത്തൊന്നും ക്രിസ്തു അവരിൽ ഉള്ളതായിട്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളതായിട്ടോ പറയുകയല്ല. എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ. അപ്പോൾ നിശ്ചയമായിട്ട് ഒരു മനുഷ്യനായിരിക്കുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഒരനുഭവത്തിലാണ്. ഞാനിന്ന് രാവിലെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചതാ, ഉപദേശിയാകാനുള്ള ഒരു ക്വാളിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ ശത്രുവിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകെ കൊണ്ട് അവരെ ക്ഷമയോടെ ഉപദേശിക്കേണ്ടതും അത്രേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നാച്ചുറലായിട്ടുള്ള അവസ്ഥ എന്താ? അവൻ ശത്രുവിനാൽ പിടിപെട്ട് കുടുങ്ങിയ ഒരു അനുഭവത്തിലാണ് മനുഷ്യനായിരിക്കുന്നതെന്നും, അതുകൊണ്ട് ഈ സൗജന്യമായ രക്ഷയെക്കുറിച്ചും ഈ സൗജന്യമായിട്ട് അവർക്ക് ലഭിക്കുന്ന കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധിയെക്കുറിച്ചും അവരോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഇതൊന്നും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യം കൊണ്ട് മാത്രം ഒരു വ്യക്തി അംഗീകരിക്കാതെ തന്നെ അത് ഉൾക്കൊള്ളാതെ തന്നെ അവൻ ഒരു വിശ്വാസിയായിട്ട് അവൻ മാറുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി പറയുക. നമുക്കറിയാമല്ലോ, റോമർക്കെഴുതുന്ന ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വരെ പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്ത പാപങ്ങളെക്കുറിച്ചും പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുമാണ് പറയുന്നതെങ്കിൽ 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ തുടർന്ന് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് പാപ സ്വഭാവത്തെക്കുറിച്ചാണ്. അപ്പോൾ ചെയ്ത പാപ പ്രവർത്തികൾക്കുള്ള ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എനിക്ക് ലഭിച്ചു, ഞാൻ നീതീകരിക്കപ്പെട്ടു എങ്കിലും ഈ പാപം ചെയ്യാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി തീരുന്ന പാപ സ്വഭാവം ഒരു വ്യക്തിയിലുണ്ടെന്നും അത് ഒരു കാട്ടൊലിവിൻ്റെ കൊമ്പ് കാട്ടൊലിവ് കായ്ക്കുന്നത് ആ കാട്ടൊലിവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആ കാട്ടൊലിവിനെ വെട്ടി നല്ല ഒലിവിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ ഒരു വ്യക്തി ആദാമിൽ നിന്നാൽ മാത്രം പോരാ, ആദാമിൽ നിന്ന് അവൻ ക്രിസ്തുവിലായി തീരണം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്. ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെയാണ് കോട്ടിമാട്ടിക്കളയുന്നത്. ഒരു വ്യക്തി കാട്ടുമുന്തിരി കായ്ക്കുന്ന അല്ലെ കാട്ടൊലിവ് കായ്ക്കുന്ന ഒരു അനുഭവത്തിൽ ഇരിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാലും അവൻ ആദാമിലായിരിക്കുന്നിടത്തോളം കാലം അവൻ ഈ കാട്ടുമുന്തിരിങ്ങ തന്നെ കായ്ച്ചുകൊണ്ടിരിക്കും, കാട്ടൊലിവ് തന്നെ അവൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ പാപസ്വഭാവം അവനിലുള്ളത് കൊണ്ട്, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും രോഗത്തിൽ കടന്നതുകൊണ്ട് ഈ പാപസ്വഭാവം അവനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ആദാമിൽ നിന്ന് നാം വെട്ടിമാറ്റപ്പെട്ട് നാം ക്രിസ്തുവിലായി തീരണം. ആദാമിലുള്ള വ്യക്തി ക്രിസ്തുവിലാകണം. അതാണ് 5-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിക്കുന്ന കാര്യം. ക്രിസ്തുവിൽ എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർന്ന് 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും വായിക്കുന്നതായിട്ടുള്ള കാര്യം. അവൻ്റെ മരണത്തിലൂടെയാണ് നാം അവനിൽ പങ്കാളിയായി തീരുന്നത്. അവൻ്റെ മരണത്തിലാണ് നാം അവനോട് ഏകീഭവിക്കുന്നത്. അവൻ്റെ മരണം എൻ്റെ മരണം, പാപസംബന്ധമായുള്ള മരണം, ന്യായപ്രമാണ സംബന്ധമായ മരണം എന്നീ കാര്യങ്ങൾ 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും പ്രതിപാദിച്ചതിന് ശേഷമാണ് 8-ാം അധ്യായത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. ഇത്ര സവിസ്തരം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രതിപാദിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതെന്ന് നമുക്ക് അറിയാമെങ്കിലും ചില ആൾക്കാർക്ക് അപ്പുറവും വായിക്കാൻ വയ്യ ഇപ്പുറവും വായിക്കാൻ വയ്യ. ദൈവവചനത്തിലെ തെറ്റായ ഉപദേശ രൂപങ്ങളെ അവർ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് ലോജിക്കുമില്ല, അവർക്ക് കോണ്ടക്സ്റ്റ് നോക്കണ്ട, അവർക്ക് ഒന്നും നോക്കണ്ട. അവരുടെ ബുദ്ധിയെ പോലും പണയം വെച്ചിട്ടാണ് ഇത്തരം അടിസ്ഥാനമില്ലാത്ത വാദങ്ങളുമായിട്ട് ഇത്തരക്കാർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാദങ്ങളെയൊക്കെ
ക്രിസ്തു കേവലം കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല. ക്രിസ്തു കേവലം കാൽവരി ക്രൂശിൽ നമ്മുടെ പാപസ്വഭാവത്തെയും ചുമന്നുകൊണ്ട്, അല്ലെങ്കിൽ ആദാമിൽ നമുക്ക് എന്തോ സംഭവിച്ചത് അതുപോലെ തന്നെ ക്രിസ്തുവിൽ നമുക്ക് ഉണ്ടായ വ്യത്യാസം ഒരു വ്യക്തി അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അവന് അത് സ്വായത്തമായിട്ട് തീരുന്നത്, അവൻ്റേതായിട്ട് തീരുന്നത്. അവനതിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് മൊത്തം ആ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് അവിടെ ഇതൊക്കെ നമുക്കറിയാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി അവൻ പാപിയാണ് എന്നവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ പാപി അല്ല എന്നൊരു തത്വശാസ്ത്രം അവനിൽ ഉളവാക്കിയിട്ട് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോട് എതിർത്ത് നിൽക്കാനാണ് ശത്രു പറയുന്നത്. നമുക്കറിയാമല്ലോ, പിശാച് പറഞ്ഞൊരു സുവിശേഷമുണ്ട്, നമുക്ക് കാണാം. ഏദൻ തോട്ടത്തിൽ ഹവ്വയോട് പറഞ്ഞു, അങ്ങനെ പാപമൊന്നുമില്ല, നീ അത് തിന്നാൽ നീ മരിക്കയില്ല, നിനക്കൊന്നും സംഭവിക്കുകയില്ല. ഇതുപോലെ പിശാച് പറയുന്ന സുവിശേഷമാണ് പാപമില്ല, ഒരു വ്യക്തിയിൽ അങ്ങനെയുള്ള പാപത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചിട്ടില്ല, പാപമില്ല, ന്യായവിധിയില്ല. ഇത് നമുക്കറിയാം. ഈ വെളിച്ചദൂതനായിട്ട് വെളിപ്പെടുന്ന ശത്രുവിൻ്റെ സുവിശേഷമാണെന്നും ദൈവത്തിൻ്റെ സുവിശേഷമല്ലെന്നും, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്നും നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ പരിഹാരം വരുത്തിയെന്നും അങ്ങനെ നമുക്ക് വേണ്ടി പരമാവധി സ്നേഹം കാണിച്ച് അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നും, ആ വഴികൾ അംഗീകരിക്കാത്തവർക്ക് നിശ്ചയമായും ന്യായവിധി ഉണ്ട്, അവർ ന്യായവിധിയില്ല നിൽക്കുന്നു എന്നുള്ളതാണ്. പുത്രനെ വിശ്വസിക്കാത്തവനോ അവന് ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനിടയായി തീർന്നത്. ഇത്ര വ്യക്തമായിട്ട് ദൈവവചനം പറയുമ്പം ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം മാത്രം തുരന്നിട്ട് ആ ഭാഗം മാത്രം ഇങ്ങനെയാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഭാരപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം നശിച്ചു പോകുമെന്നാണോ പറയുന്നത്? എൻ്റെ സമയം തീർന്നു, എന്നാലും ഞാൻ ഒരു കാര്യം മാത്രം പറയുക. നോഹയുടെ കാലത്ത് 8 പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും ദൈവം നശിപ്പിച്ചു. ദൈവം ചെയ്തത് അനീതിയല്ലേ? സത്യം പറഞ്ഞ നമുക്ക് അങ്ങനെ തോന്നുകയല്ലേ? കാരണം തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ തലമുറകളിൽ പോലും എല്ലാവരും ദൈവത്തെ അറിഞ്ഞ ഒരു അനുഭവത്തിലല്ല. മനുഷ്യൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളെല്ലാം ദൈവത്തോടുള്ള എതിർപ്പിലാണെന്നും എല്ലാ കാലവും സദാകാലവും എൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നും വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയേക്കുക. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിലും ദൈവം അവന് നന്മയ്ക്കായിട്ട് നൽകിയിരുന്ന പല വികാരങ്ങളെയും ദുർവിനിയോഗം ചെയ്ത് അവൻ പാപിയായി തീർന്ന അനുഭവവും എന്ന് മാത്രമല്ല, ഈ മനുഷ്യരാശി തന്നെ നശിച്ചു പോകുമെന്ന് തോന്നത്തക്കവണ്ണമുള്ള ചില സാഹചര്യങ്ങളിലേക്ക് അവൻ്റെ പാപം കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് സകല മനുഷ്യനെയും തുടച്ചു നിൽക്കാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം ചെയ്തതായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ സോദോമിനെയും ഗൊമോറയും നശിപ്പിച്ചു ദൈവം തൻ്റെ സ്നേഹത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ നിലനിൽപ്പിന് തന്നെ അപകടമായി തീരാവുന്ന ഒരു നിലയിലേക്ക് ആ പാപം പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ഈ വാതിൽ തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കവും വളരെ കുറച്ചുപേരുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണാം, എല്ലാവരും നശിച്ചു പോകുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ പഴയ നിയമകാലത്ത് ഈ കാര്യങ്ങളൊന്നും അവർക്ക് ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരുപക്ഷെ പ്രകടമല്ല എന്ന് നമുക്ക് തോന്നാമെങ്കിൽ തന്നെ ആ കാലത്ത് തന്നെ വിശ്വാസത്താൽ ദൈവത്തിൽ വിശ്വസിക്കുകയും നീതി പ്രാപിക്കുകയും ചെയ്ത അനേകർ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതും ദൈവം ഈ സത്യം ആർക്കും മറച്ചു വെക്കുന്നില്ല. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവം തൻ്റെ ആത്മാവിനാൽ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച്, അവൻ പാപിയാണെന്നുള്ള ഒരു സത്യം, അതിന് മാത്രമല്ല ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, അവന് ലഭിക്കുന്ന സൗജന്യമായ നീതിയെക്കുറിച്ച് എന്ന് മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ സത്യത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ചും ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുത്തന് ബോധം വരുത്തുന്നത്. അല്ലാതെ അവൻ്റെ യോഗ്യതയെക്കുറിച്ചല്ല, അവൻ്റെ അയോഗ്യതയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവൻ്റെ അയോഗ്യതയെക്കുറിച്ചാണ് ദൈവം അവനോട് സംസാരിക്കുന്നത്. അല്ലാതെ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നീ സുഖമായിട്ട് അവിടെ ഇരുന്നോ എന്നല്ല, പാപത്തെക്കുറിച്ച് അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവനീതി അവൻ ആവശ്യമാണ്. അവൻ്റെ സ്വന്തം നീതിയും വെച്ചുകൊണ്ട് ഒരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കാൻ അവന് കഴിയുകയില്ല. അതുകൊണ്ട് സൗജന്യമായി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് നിമിത്തം നൽകുന്ന നീതി അവൻ ആവശ്യമാണെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ന്യായവിധിയെക്കുറിച്ചും ഒരു ന്യായവിധി മനുഷ്യനുണ്ട് എന്നുള്ളത്, ന്യായവിധിയില്ല എന്ന് പറഞ്ഞ് എത്ര പരിശ്രമിക്കാൻ ശ്രമിച്ചാലും വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടേക്കാണ് ഒരു ന്യായവിധി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമായി ദൈവവചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളെയാണ് നിഷേധിച്ചിട്ട് ഇതൊക്കെ ചില കെട്ടുകഥ പോലൊക്കെ ഉണ്ടാക്കി
കൺകെട്ട് വിദ്യ പോലെ കാണിച്ച് മനുഷ്യൻ്റെ ബിരുദ് തെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്ന ശത്രുവിൻ്റെ ഓരോ പദ്ധതി ഓർക്കുമ്പം എത്ര നിന്ദ്യവും നീചവുമാണെന്ന് നമ്മൾ പറഞ്ഞു പോകും. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരം കേട്ട് സകല സത്യത്തിലും അവൻ നമ്മെ വഴി നടത്തും. അവിടെ സകല സത്യത്തിലും വഴി. ഞാൻ നിങ്ങളോട് സംസാരിച്ചവ നിങ്ങൾക്ക് അറിയിച്ചു തരികയും എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മാവാണ്. ക്രിസ്തുവിനെ തള്ളിക്കളയോ, ക്രിസ്തുവിനെ നിരാകരിക്കുകയോ, ക്രിസ്തു ചെയ്ത വചനങ്ങളെ പുറകിൽ തള്ളുകയോ, ക്രിസ്തു ചെയ്ത കർത്താവിൻ്റെ പ്രവർത്തികളെ അല്ലെങ്കിൽ കർത്താവിനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത ഒരു ആത്മാവല്ല, മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ സ്വരം കേട്ട് ഈ ആത്മാവ് നടത്തുന്നത് പോലെ നമുക്ക് നടക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.